ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ താറിൻ്റെ റോഡ്സ് ആണോ, അതും MH5 എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഒരു ബാറ്റിൽ ഷിപ്പ് ഗ്രേ കളറിൽ വരുന്നിരിക്കുന്ന വാഹനം കേട്ടോ. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ട് വശം തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ഗ്രില്ലിലൊക്കെ പാറ്റേൺ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഗ്രില്ലിന് എന്താ പറയുക, 6 പാക്ക് ഗ്രില്ല് എന്നൊക്കെയാണ് വിളിക്കുന്നത്. വണ്ടി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു ഹെവിനെസ് ഉണ്ട് ഫ്രണ്ടിൽ നോക്കുമ്പോഴായാലും. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴായാലും പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ്. അതിന് ചുറ്റുമായിട്ട് DRL കൊടുത്തിട്ടുണ്ട്, വൈറ്റ് കളറിലുള്ള DRL കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഈ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ബാക്കി ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കായാലും ഇഞ്ച് വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് സിൽ ഒരു ഗ്രേ ടച്ചിലുള്ള ബമ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത്. സ്കിഡ് പ്ലേറ്റ് പോലുള്ള സംഭവങ്ങൾ ഇതിന് ആവശ്യമില്ല, ഇത്ര ഹൈറ്റ് ഉള്ള വണ്ടിയല്ലേ. അപ്പോൾ വണ്ടിയുടെ സൈഡിലേക്ക് ആയാലും നല്ല ഹെവി ബോഡിയാണ് വന്നിട്ടുള്ളത്. അത് എന്താ പറയുക, നല്ല ടൈറ്റ് പ്ലാസ്റ്റിക് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് മഹീന്ദ്രയുടെ ബിൽഡ് ക്വാളിറ്റി ഒരുപാട് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും ഈ സൈഡിലായാലും ചെറിയൊരു ആൻറ്റിന പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല, പുതിയ റിവ്യൂസ് ചെയ്ത് തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ വണ്ടിയുടെ മറ്റു സൈഡിലേക്ക് പോവാം. ഇവിടെ ആയാലും ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ക്ലാമ്പും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ. പക്ഷേ ഇതുണ്ടെങ്കിൽ പോലും നമുക്ക് ഉള്ളിൽ നിന്ന് ഓപ്പൺ ചെയ്താൽ മാത്രമാണ് ഇത് ഓപ്പണായി വരുള്ളൂ, സേഫ്റ്റി മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലായാലും ഫെൻഡറിൻ്റെ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു സീറിയലിൻ്റെ മൗണ്ടിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അലോയ്സൊക്കെ ആയാലും നല്ല ഹെവി അലോയ്സ് ആണ് കേട്ടോ. അതിലായാലും മഹീന്ദ്രയുടെ നല്ലൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടയറൊക്കെ നല്ല വണ്ടി കാണാൻ നല്ല പ്രത്യേക വലിപ്പത്തിലാട്ടോ. അതാ മറ്റേ താറിനെ വെച്ച് നോക്കുമ്പോൾ ലെങ്ത്തിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ബാക്കി ഓവറോളൊക്കെ സൈഡ് വ്യൂ ഒക്കെ നോക്കുമ്പോഴായിട്ട് സിമിലറാണ്. ഈ ഒരു ഡോറിൻ്റെ പോർഷൻ തൊട്ട് അങ്ങോട്ടാണ് ചേഞ്ച് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് താർ റോഡ്സ് എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് എനിക്കൊരു ചെറിയ അപാകത തോന്നിയിട്ട്. ഈ ഒരു കീയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ ടൈപ്പിൽ, പഴയ 800 വന്ന രീതിയിൽ ആണ് അതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചുകൂടെ ഇത്രയും ഹെവി ആയിട്ട് വണ്ടി സെറ്റ് ചെയ്തപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കായിരുന്നു. അപ്പോൾ അത് ഇൻറ്റീരിയർ നോക്കുമ്പോഴായാലും നല്ല ഹെവി ഇൻറ്റീരിയർ തന്നെ പറയാം. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പോയിലാണ് ഇൻറ്റീരിയർ വരുന്നത്. അതൊരു പ്രത്യേക ഭംഗിയുണ്ട്, ഫ്രഷ്നെസ് ഉണ്ട് വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോഴായാലും. അപ്പോൾ ഉള്ളിലേക്ക് കയറാം കേട്ടോ. ഇന്റീരിയർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്റീരിയർ നോക്കുമ്പോഴായാലും ഡാഷ്ബോർഡിൻ്റെ അവിടെ നോക്കുമ്പോൾ വളരെ വലിപ്പമുള്ള നല്ല സ്ക്രീനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ AC വെൻ്റൊക്കെ റൗണ്ട് AC വെൻ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ AC-യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ആയാലും അതിൻ്റെ അടിയിലായിട്ട് തന്നെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ നീറ്റായിട്ടാണ് കേട്ടോ. ഈ സ്വിച്ചുകളൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായാലും. അതുപോലെ ഒരു സീറ്റ് ടൈപ്പ്, അതുപോലെ USB-യുടെ കണക്ടിവിറ്റിക്കുള്ള ഇതും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് കാര്യങ്ങളിലുള്ള പാഡൊക്കെ ഇവിടെ കാണാം കേട്ടോ. അതുപോലെ മാനുവൽ ഗിയർ ഷിഫ്റ്റാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സിനുള്ള സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ അവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സീറ്റൊക്കെ ആ വൈറ്റ് ടച്ച് ആയതുകൊണ്ട് കാണാൻ ഒരു പ്രത്യേക തന്നെ ഭംഗിയാണ്. പിന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. MH5 വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. നല്ല സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ബാക്കി സ്വിച്ചുകളും കാര്യങ്ങളും കാണിച്ചു തരാം. ഇത് ഫ്യൂൽ ലീഡിനുള്ള സ്വിച്ചാണ്, ട്രാക്ഷൻ കൺട്രോൾ. അല്ല, ഇത് അടിയിലത്തെ ആ ലൈറ്റ് ഓൺ ചെയ്യാനുള്ളതാണ് കേട്ടോ. അതുപോലെ ഇത് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, അങ്ങനെയുള്ള ഒരുപാടധികം ഫീച്ചേഴ്സും ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ വണ്ടിയുടെ കീലെസ് എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായാലും സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ള ബട്ടൺ ഈ സൈഡിൽ കീ ഇടുന്ന പോർഷനിലായിട്ടാണ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ട് മൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ഇവിടെയാണ് നമ്മുടെ മിറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള സ്പേസ് വന്നിട്ടുള്ളത്. ഇവിടെയും താറിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ഗ്രേ ടച്ചിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഇതിൽ തന്നെ നല്ല ഭംഗി തന്നെ ആ ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോവാം. ബാക്ക് സൈഡ് നോക്കുമ്പോൾ കാണാവുന്നതാണ്. നല്ല നീറ്റായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു വൈറ്റ് സീറ്റിൻ്റെ ഇത് എടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഡോർ പാഡിലായാലും ആ ഒരു വൈറ്റ് ടച്ച് കയറി നിൽക്കുന്നുണ്ട്. ഇവിടെയും ആ താറിൻ്റെ ബാഡ്ജിങ് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിന് സമാനമായിട്ട് രീതിയിൽ തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് കയറിയിരിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുന്നില്ല. മറ്റു വണ്ടിയുടെ കൂട്ട് ആ സീറ്റ് മടക്കിയിട്ട് കയറേണ്ട പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഇത്രയും ഡോർ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രശ്നം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴൊരു അത്യാവശ്യം നല്ല ലെഗ് റൂമും ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയും ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പാസഞ്ചറിന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യണവരായാലും എന്തെങ്കിലും റീഡ് ചെയ്യണവർക്കായാലും ആയാലും അത്യാവശ്യം ലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റുകൾക്കായാലും ഇവിടെ ഒരു ഫോൾഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കാലിന് നീളമുള്ളവർക്കായാലും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തട്ടുന്നുള്ള ഫീൽ വേണ്ട കേട്ടോ. അല്ല, ഇവിടെയും ഒരു കയറാനുള്ള ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടെയും ഹാൻഡിലുകളുണ്ട്, നോർമൽ കാറുകളിലെ പോലെ തന്നെ ഇവിടെയും ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ബാക്കിലേക്ക് പോകാം.
അല്ല ഇവിടെ അത്യാവശ്യം ഒരു ലിറ്ററിൻ്റെ കുപ്പി ഇരിക്കാവുന്ന രീതിയിൽ തന്നെ ഡോർ പാഡിൽ അതിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ വണ്ടികളിലൊന്നും ബാക്കിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ സൈഡ് വ്യൂ നോക്കാം. ഈ ക്വാർട്ടർ പാനലിൽ ഇവിടെ ആയിട്ടോ ചെറിയൊരു ഭംഗിക്കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ അതൊരു നമുക്ക് എടുത്ത് കാണുന്നില്ല. ഇവിടെ അത്യാവശ്യം എന്താ പറയുക ഒരു ഗ്രാഫിക് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാമലും അതുപോലെ വണ്ടി ഹില്ല് ക്ലൈംബ് ചെയ്യുന്ന രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കോട്ട് പോകാം. ബാക്കിലേക്ക് പോകുമ്പോഴായാലും താർ റോക്സ് എന്നുള്ള രീതിയിൽ തന്നെ പേര് കൊടുത്തിട്ടുള്ള ഒരു വലിയൊരു എന്താ പറയുക സ്റ്റെപ്പിനി കവർ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഹെവി ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ വണ്ടിക്ക്. പിന്നെ ടൈലൈറ്റും കാര്യങ്ങളൊക്കെ മറ്റേ വണ്ടിയോട് തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഹൈറ്റിൽ ഇത് പൊക്കണേ കേട്ടോ. അടയ്ക്കുമ്പോഴതിനും സെയിം ഇത് അടച്ചതിന് ശേഷം മാത്രമാണ് ഇത് അടയ്ക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താ പറയുക അത്യാവശ്യം നമുക്കൊരു പാർട്ടി ടൈമിന് വേണമെങ്കിൽ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിനും ഉള്ളൊരു രീതി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തേക്കാം. ഇവിടെ ആയാലും അത്യാവശ്യം ഒരു വൈപ്പേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നല്ല സെൻസറും കാര്യങ്ങളൊക്കെ ഇവിടെ ബമ്പറിലായിട്ട് കൊടുത്തന്നെ കാണാം കേട്ടോ. അപ്പോൾ അവരുടെ മറ്റു സൈഡ് വ്യൂ നോക്കാം. ഇവിടെ ആയാലും അത്യാവശ്യം എന്താ പറയുക പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതൊക്കെ ആയിട്ട് ചേഞ്ച് മറ്റേ സൈഡിൽ നിന്ന് വന്നേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അതുപോലെ സൈഡ് മിറേഴ്സൊക്കെ ആയാലും ഹെവി താർന്നുള്ള ബാജിങ് പോയിട്ടുള്ള മറ്റു വണ്ടിയുടെ സമാനമായിട്ടുള്ള സൈഡ് മിറേഴ്സും കാര്യങ്ങളും വന്നിട്ടുള്ള വെയിൽ കൂടിയുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഓവറോൾ ലുക്ക് വരുന്ന ഇതാണ്. ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യണ ജസ്റ്റ് ഒരു ടാപ്പ് ഉണ്ടോ കീ ഇവിടെ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെ മാനുവൽ ഗിയർ ആണ് വരുന്നത്. റിവേഴ്സ് നമ്മൾ പൊക്കിയിട്ടിരുന്ന പോലെ മറ്റു വണ്ടികൾക്ക് വന്ന പോലെ തന്നെ കേട്ടോ. അപ്പോൾ അതേ വണ്ടി ഓടിച്ചു നോക്കാം. ഓടിക്കാനൊക്കെ വളരെ സ്മൂത്താണ്. സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം കേട്ടോ. സ്റ്റിയറിംഗ് ഒക്കെ വളരെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്റ്റിയറിംഗ് ആട്ടോ. ഒരു ചെറിയൊരു 800 ഓൾട്ടോ 800 കാർ ഓടിക്കുന്ന ഫീൽ ഒരു ആ ഒരു രീതി തന്നെ നമുക്ക് ഓടിച്ച് പോകാം കേട്ടോ. ഇത്ര ഹെവി വണ്ടിയാണെന്നുണ്ടെങ്കിൽ പോലും ഓടിക്കൽ വളരെ സിമ്പിളാണ്. അതുപോലെ വളരെ സ്മൂത്തായിട്ട് ആർക്ക് വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം കേട്ടോ. ഡ്രൈവിംഗ് ഓടിച്ച് പഠിച്ചവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഇരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റും. അത്രയും നീറ്റായിട്ട് തന്നെ വണ്ടി ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. ചുറ്റുംപുറം കാണാനായാലും നമുക്ക് നല്ല വിസിബിലിറ്റി തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും പറയാൻ ഈ ഹാച്ച് ബാക്കിൽ നിന്ന് ഓടിക്കുന്ന ആളുകൾ പോലും കയറി ഈ വണ്ടി ഓടിച്ചാൽ പോലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല. ഇത്രയും വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത്ര നീറ്റായിട്ട് ഓടിച്ചാൽ എത്ര ലോങ് ഡ്രൈവ് ആണെങ്കിലും നമുക്ക് ഓടിച്ചാൽ സുഖമായിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് നമുക്ക് കൊടുക്കാൻ കേട്ടോ. ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 16,99,000 രൂപയാണ്. അപ്പോൾ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഇവിടുത്തെ 2 എക്സിക്യൂട്ടീവ്സ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചിട്ട് വന്നാൽ മതി. അവർ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരും. ഫിനാൻസ് ഒക്കെ ഓൾറെഡി ഷോറൂമിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് അവർ അറേഞ്ച് തരും കേട്ടോ. അപ്പോൾ വലിയ ബുക്കിംഗ് പീരീഡ് ഒന്നും ഇല്ലാണ്ട് വണ്ടി കിട്ടാൻ ഇപ്പോൾ നിലവിൽ സാധിക്കുന്നതെന്നാണ് കേട്ടെ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.